ലോകമെമ്പാടുമുള്ള വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നു. ക്രൂശിലെ വേദന മനുഷ്യരാശിയുടെ മോചനമായി മാറിയതിന്. അതുകൊണ്ടാണ് ഈ ദുഃഖവെള്ളി ഗുഡ് ഫ്രൈഡേ ആയി അറിയപ്പെടുന്നത്. വേദനയ്ക്കുള്ളിലും ദൈവസ്നേഹത്തിന്റെ ആഴം നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധത്തിന്. ദുഃഖത്തിന്റെ വെള്ളിയാഴ്ച രക്ഷയുടെ നല്ല വെള്ളിയായി മാറിയതിന്. ക്രൂശ് വേദനയുടെ ചിഹ്നമല്ല, അത് സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ, രക്ഷയുടെ മഹാസാക്ഷ്യമാണ്. ഏതൊരാളിനും ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും ക്രൂശിനെ നേരിടാൻ ഈ മഹാകുരിശിലേക്ക് നോക്കാം. നമ്മുടെ കുരിശുമായി മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ വരാറുണ്ട്. സ്നേഹിച്ചവർ ഒറ്റിക്കൊടുക്കാറുണ്ട്, തള്ളി പറയാറുണ്ട്, ഉപകാരം സ്വീകരിച്ചവർ മുഖത്തടിക്കാറുണ്ട്, തുപ്പാറുണ്ട്. അധികാരം കൈയാളുന്നവർ പദവികൾ ദുരുപയോഗം ചെയ്ത് കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ തരാറുണ്ട്. വേദനകളുടെ ക്രൂശം പേറി സങ്കടത്തോടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. എടുക്കാൻ കഴിയാത്ത ഈ ദുഃഖ ദുരിതങ്ങളുടെ ഗാകുൽത്ത കയറിയാലും ദുഃഖവെള്ളിക്ക് ശേഷം വീണ്ടും ഒരു ഉയർപ്പുണ്ടാവുമെന്ന പ്രത്യാശയാണ് ഈ ദുഃഖവെള്ളി നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ദിനം അവനോടൊപ്പം ഉപവസിച്ചുകൊണ്ട് അവൻ സഹിച്ച പീഡകളെ ഓർത്ത് അവൻ പോയ ഗാകുൽത്ത വഴികളെ ധ്യാനിച്ച് അവനോടൊപ്പമായിരിക്കാം.